മക്കത്ത് മുഹമ്മദ് വഫാത്തായി പോയി, ഇനി നബി വരൂല എന്നാ പറഞ്ഞത്. നബി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മണ്ടന്മാരെ. നൂന് ആ നൂറിനെയാണ് നൂന് കൊണ്ട് പറഞ്ഞേ. നൂനല്ലേ, ആ നൂന്റെ കുത്ത് അടിയിലിട്ടാൽ എന്താവും? ബാ. അത് ഇറങ്ങി വന്നുള്ളതാണ് ബാ. ആ നൂറ് ഇറങ്ങി വന്നുള്ളതാണ് ബാ. അത് ഞാനാണ്, അത് റസൂലുള്ളാഹിയാണ്, അതാണ് നബി. അപ്പൊ നബി എവിടെ മുളക്കും? ഇതാ ഇവിടെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നില്ലേ വീഡിയോയിലല്ലോ. ആ നൂറ് ഇറങ്ങി വന്നുള്ളതാണ് ഞാൻ. അതാണ് നബി. അത് വഫാത്താവോ? ഇല്ല. ബീജാന്തരങ്ങളുടെ എക്കാലം ഭൂമിയിൽ ഇനി ഇതിലെ അണുബോംബ് എല്ലാം ഇട്ട് എല്ലാத்தைയും നശിപ്പിക്കാൻ ഏതേ മൂലയ്ക്ക് ഏതോ ഒന്നോ രണ്ടോ ഉണ്ടാവും. അത് വീണ്ടും മുളച്ചുണ്ടാവും. അതും അവയം പോലെ അല്ലേ? അങ്ങനെ വീണ്ടും പുതു ജന്മം സൂര്യൻ ഉദിക്കും. നശിപ്പിക്കാൻ കഴിയില്ല മുഴുവനും, കുറച്ചൊക്കെ നശിപ്പിക്കാം, എവിടെയെങ്കിലും ബാക്കി കിടക്കും അല്ലേ? അതാ ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അതുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കാരണം നിങ്ങളല്ലേ ഈ ലോകത്തിന്റെ ചെറുപതിപ്പല്ലേ? നിങ്ങളുടെ മാതാപിതാക്കളുടെ ചെറു രൂപമല്ലേ നിങ്ങൾ? അവര് ബീജത്തിലൂടെ അവര് മച്ചി മാംസം എല്ലാമായിട്ടല്ലേ നിങ്ങളുണ്ടായത്? അവർ പുനർജനിച്ചാണ്. നിങ്ങൾ മരിച്ചു പോയിട്ടല്ല പുനർജന്മം. ഇവിടുന്ന് ഇപ്പൊ നിങ്ങളെ ഭർത്താവ് ഗർഭമായ ഭൂമിയുടെ പ്രതീകമാണ് സ്ത്രീ. നിങ്ങളുടെ ഗർഭത്തെ സ്വീകരിക്കുകയും ഗർഭത്തിലേക്ക് തൻ്റെ ബീജം നിക്ഷേപിക്കുകയും ചെയ്ത് അത് മുളച്ചതല്ലേ നിങ്ങളുടെ കുട്ടികൾ? നിങ്ങളെ ഭർത്താവും നിങ്ങളും നിങ്ങളുടെ ചോദ്യം മച്ചിയും മാംസവും എല്ലാം കൂടെയല്ല കുട്ടിയായി ജനിച്ചത്. അപ്പൊ നിങ്ങളാണ് രണ്ടാളും ചേർന്ന പുനർജനിച്ചതാണ് നിങ്ങളുടെ സന്താനങ്ങൾ. നിങ്ങൾ പുനർജനിച്ചതാണ് സന്താനങ്ങൾ. നിങ്ങൾക്ക് അവസാനമുണ്ട്, എനിക്കും എല്ലാവർക്കും അവസാനമുണ്ട്. ഇതുവരെയുള്ള കോടാനക്കോടി വർഷങ്ങൾക്ക് മുമ്പ് ആദിമ മനുഷ്യന്മാരൊക്കെ ഇവിടെ പോയി, പഴയത് പോയി, പുതിയതായി വരിക. അതും അവയല്ലേ ഉള്ളായിരുന്നു. പിന്നെ അവർക്ക് കുട്ടികളെ അങ്ങനെ ഭൂമി മുഴുവൻ അനവധിയായിട്ട് വ്യാപിച്ചു കൊണ്ടേയിരിക്കുകയല്ലേ. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ചെറുപ്പതിപ്പാണ് നമ്മൾ ഓരോരുത്തരും. ഇത് പഴയത് പോവും, പുതിയത് വന്നും കൊണ്ടിരിക്കുന്ന പഴയത് പോവും, തുടരുകയാണ്. നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികൾ. നിങ്ങളും ഭർത്താവും 2 ആളല്ലേ, 1 കൂടിയില്ലേ? ഇനി അവർക്കും അങ്ങനെ 3ഉം 4ഉം കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കല്ലേ. പഴയ നമ്മളൊക്കെ പോവും. നിങ്ങളെ ഉമ്മയും പപ്പയുണ്ടപ്പോ പോയോ? അതെ, അവർ പുനർജനിച്ചു നിങ്ങളായിട്ട്. ഉമ്മക്കും പാപ്പക്കും എത്ര കുട്ടികളുണ്ട്? 7 ആൾ പഠിച്ചോന്നെ. പിന്നെ നിങ്ങൾ 3 ആള് ബാക്കിയാ. 3 തന്നെ താങ്ങാൻ കഴിയുന്നില്ല നമുക്കല്ലേ? ഇത് ഒന്നല്ല, 10ഉം 12ഉം കുട്ടികളുള്ള ആൾക്കാര് ഉണ്ട്. ഇപ്പൊ ഇല്ലല്ലേ? എന്തോ നാട്ടില് അല്ല കണ്ടോ, 10ഉം 12 പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എങ്ങനെ? പക്ഷേ അല്ലല്ല, ഇയാളല്ല, ഇയാളുടെ ഉമ്മക്കും പാപ്പക്കും. പക്ഷെ അവരെ കഷ്ടപ്പാട് തന്നെയായിരുന്നു, അവരെ ബുദ്ധിമുട്ടിയിട്ട് ഒരുപാട്. ഇവരെല്ലാം പരിപാലിച്ചു കൊണ്ടുവരാൻ. അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ലേ, ഏതോ ജന്തുക്കൾ പ്രസവിക്കുന്ന പോലെ അങ്ങോട്ട് വിട്ടിട്ട് കുട്ടികൾ എന്തെങ്കിലുമായി തീരാണെങ്കിൽ കുഴപ്പമില്ല. ഇവരെല്ലാം വേണ്ട പോലെ ഉണ്ടാക്കി കൊണ്ടുവരണ്ടേ? അതിനെ ഓലെ പിന്നാലെ പറ്റിപ്പിടിച്ച് നടന്ന് വേണ്ട പോലെ ഉണ്ടാക്കണ്ടേ?